എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. നാളെ വൈകുന്നേരം 4 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കോഴ്സാണോ അല്ലെങ്കിൽ സ്കൂളാണോ മാറിയിട്ടുള്ളത് അതനുസരിച്ച് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മ്യൂച്വൽ ട്രാൻസ്ഫർ ഉണ്ടോ അല്ലെങ്കിൽ തേർഡ് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് ട്രാൻസ്ഫർ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മ്യൂച്വൽ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ 2 വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. ഒരു വിദ്യാർത്ഥി ഇപ്പോൾ സയൻസിലാണുള്ളത്, ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ബയോളജി സയൻസിൽ നിന്ന് നേരെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് നേരെ കൊമേഴ്സിലേക്ക് വരണം. അതുപോലെ തന്നെ കൊമേഴ്സിലുള്ള വിദ്യാർത്ഥിക്ക് ബയോളജി സയൻസിലേക്ക് മാറണം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നതിനായിട്ട് ഉള്ള ഒരു അവസരമാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അതത് സ്കൂൾ പ്രിൻസിപ്പൽമാർ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കൂളിൽ പറയുക, മ്യൂച്വൽ ട്രാൻസ്ഫർ വരികയാണെങ്കിൽ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളും പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അറിയിപ്പുകളും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അറിയിപ്പ് വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. നിലവിൽ വിദ്യാർത്ഥികൾ ഈ റിസൾട്ട് പരിശോധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മെറിറ്റ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയുമാണ് ഉപയോഗിക്കേണ്ടത്. സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയുമാണ് നൽകേണ്ടത്. അത് നൽകിയ ശേഷം ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത് എന്നുള്ളതും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നും കാണാൻ പറ്റുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതാണ്. നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാവുന്നതും നിങ്ങൾ എക്സ്ട്രാ വല്ല ഫീസും അടക്കേണ്ടതുണ്ടെങ്കിൽ അതിൽ എത്ര രൂപയാണ് അടക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കാണുന്നതും ആണ്. അതുപോലെ മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് PTA ഫണ്ട് കോഷൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് തിരികെ തരുന്നതും പുതുതായിട്ട് ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ പോകുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോയും അതിൽ എന്തെങ്കിലും ഫീസ് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസയും നിങ്ങൾ അടക്കേണ്ടതാണ്. അതുപോലെ ആദ്യത്തെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ അടച്ചിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് ആ ഒരു സ്കൂളിൽ നൽകേണ്ടതാണ്. വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ളത് കോഴ്സിലായിരുന്നാലും സ്കൂളിലായിരുന്നാലും നിർബന്ധമായിട്ടും നാളെ വൈകുന്നേരം 4 മണിക്കകം മാറേണ്ടതാണ്. ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾ നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഇനിയൊരു മ്യൂച്വൽ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ തേർഡ് ട്രാൻസ്ഫറോ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം ഓഗസ്റ്റ് 8-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ ആയിട്ടുള്ള സമയം. വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ നേടുക. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.